പ്രൈസ് ദി ലോർഡ്. എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കുറച്ച് കൂട്ടുകാർ അവർക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിരുന്നു. മീര സുജിയുടെ മക്കളായ ശ്രേയസ്, തേജസ് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഈ മാസമാണ്. അപ്പൊ രണ്ടു മക്കൾക്കും ഈ പുതുവർഷത്തിൽ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി തരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് രമ്യക്ക് സ്പെഷ്യൽ ഹായ്. പിന്നെ സോണിയുടെ മോൾ ഹദിയ റോസ് ഹാബൽ, മോൾക്കും ഹായ്. അടുത്തത് രമ്യയുടെ മകൾ നോറ. ആദ്യം പറഞ്ഞ രമ്യ വേറെ, ഇത് വേറെ. അപ്പോൾ നോറ മോളെ ബെൻസി ആന്റിയുടെ വക സ്പെഷ്യൽ ഹായ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കാത്തോരനാണ്. ഞാൻ നേരത്തെ പൊന്തൻകാ കൊണ്ടുള്ള ഒരു തോരൻ ഇട്ടിരുന്നു, അതായത് കറിക്ക കൊണ്ട്. ഇന്ന് നമ്മൾ തോരൻ വെക്കുന്നത് ഏത്തക്കായ കൊണ്ടാണ്. ഇതാണ് ഏത്തക്ക, എല്ലാവർക്കും അറിയാമല്ലോ, നേന്ത്രക്ക എന്നും പറയും. നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത് ഈ കാ കൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ഒരു കായ എടുത്തേക്കുന്നേ. പലരും ഇതിന്റെ തൊലി കളയാതെ തോരൻ വെക്കാറുണ്ട്, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോ തൊലി മൊത്തത്തിൽ എടുക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കാ ചെത്തുന്നതിന് മുമ്പ് കയ്യിൽ വെളിച്ചെണ്ണ വരട്ടാൻ മറക്കരുത്. അപ്പൊ ഞാൻ ഇത് മൊത്തത്തിൽ പൊളിച്ചെടുക്കുന്നില്ല. ഇങ്ങനെ ഒന്ന് കാക്കിയ ശേഷം ഇങ്ങനെ ചീകി എടുക്കത്തില്ലേ, അങ്ങനെ ഞാൻ എടുക്കുന്നേ, മൊത്തത്തിൽ ചെത്തുന്നില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, മൊത്തത്തിൽ പൊളിച്ച് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇനി അതല്ല തൊലി ഉൾപ്പെടെ എടുക്കണമെങ്കിൽ എടുക്കാം. തൊലി ഉൾപ്പെടെ എടുക്കുന്നുവെങ്കിൽ നന്നായിട്ട് കാ കഴുകിയ ശേഷം മാത്രമേ അരിയാവൂ. ഇനി ഇത് അരിഞ്ഞിടുമ്പോൾ ഒന്നുകിൽ തണുത്ത കഞ്ഞിവെള്ളത്തിൽ അരിഞ്ഞിടാം, അതല്ല എന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ അരിഞ്ഞിടാം. അതല്ലെന്നുണ്ടെങ്കിൽ കാ കറുത്തു പോകും. അതുകൊണ്ട് അരിഞ്ഞ് വെള്ളത്തിലേ ഇടാവൂ. ഇത് അരിയാൻ ഒത്തിരി വലുതാക്കി അരിയണ്ട. ഞാൻ ഇങ്ങനെ കീറി, വീണ്ടും ഇങ്ങനെ കീറി. അപ്പൊ ദേ ഇങ്ങനായി. ഇനി ഇത് കട്ട് ചെയ്തിടണം. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് കൈവാക്കെന്ന് വെച്ചാല് അങ്ങനെ അരിഞ്ഞോണം. ഞാൻ അരിയുന്നതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാണ് വലിപ്പം. തോരന് വേണ്ടിയുള്ള അരപ്പിന് വേണ്ടി ഞാൻ ഇത് സാധാരണ എല്ലാ തോരനുകളും ഞാൻ തേങ്ങയൊക്കെ കൈ കൊണ്ട് ഞെരടിയാ ചെയ്യുന്നത്. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് ചതച്ചിടാമോ എന്ന്. ഞാൻ വെക്കുന്ന ഏത് തോരനും നിങ്ങൾക്ക് ചതയ്ക്കേണ്ടവർക്ക് ചതച്ചിടാം. എനിക്ക് ചതച്ചിടാൻ ഇവിടെ കല്ലൊന്നും ഇല്ല. അത് മാത്രമല്ല, എളുപ്പത്തിന് വേണ്ടി കൈ കൊണ്ടങ്ങ് ഞെരടി ഇടത്തേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം വന്നതുകൊണ്ട്, കാരണം ചതച്ചിടാമോ എന്നുള്ള സംശയം വന്നതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് ആ രീതിയിലാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് കൈയും കൊണ്ട് മിക്സ് ചെയ്ത് ചേർത്താൽ മാത്രം മതി. അപ്പൊ ഞാനിവിടെ തേങ്ങ, അരമുറി തേങ്ങ ഇല്ല, നമുക്ക് ഒരു കായല്ലേ ഉള്ളൂ. അപ്പൊ തേങ്ങ കൂടിയാലും കുറയരുത് ഈ തോരന്. 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള എടുക്കാം. പിന്നെ ചതയ്ക്കാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ചല്ലാതെ ഇടും. ഒരു വലിയ വെളുത്തുള്ളിയും ഒരു കുഞ്ഞി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം. പിന്നെ വേണം മഞ്ഞൾപ്പൊടി, ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് എരി അനുസരിച്ച് ചേർക്കാം. ഇത് നല്ല എരിയുള്ള മുളക, ഞാൻ 2 എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്. നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കാമേ. ഏറ്റവും രുചി അതാ, കൊച്ചുള്ളി ചതച്ചിട്ടാ മതി. ചതയ്ക്കോ അരിഞ്ഞോ എങ്ങനെയാണെന്ന് വെച്ചാല്. അപ്പൊ ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞെരടി യോജിപ്പിക്കണം. നമുക്കിതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്, കാരണം ഏത്തക്കയ്ക്ക് അല്പം വേവുണ്ട്. ഈ ചെറിയ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയേച്ച് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കാണുന്നുണ്ടോ? ഇതേ ഒത്തിരി നെകക്കയില്ലേ അടിഭാഗത്ത് ലേശം. അപ്പൊ ആദ്യം കടുക് താളിച്ച് വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാമേ. ഇനി തീ കൂട്ടി വെക്കണ്ട, മീഡിയം തീയിൽ ഇതൊന്ന് വേവട്ടെ. ഇടയ്ക്ക് അടുക്കി പിടിക്കുന്നത് നോക്കണം, ഇളക്കി കൊടുക്കണം. വെള്ളം കുറവെന്ന് തോന്നുന്നെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിത് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. രണ്ടാമതും അടച്ചിട്ടിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പൊ ദേ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. ഞാനൊരു കഷ്ണം എടുത്തൊന്ന് നോക്കട്ടെ.
മുക്കാലിൽ കൂടുതൽ ഇത് വെന്ത് കഴിഞ്ഞു. അപ്പൊ അതേ നോക്കിക്കേ, വെള്ളം ഒട്ടും വെള്ളമില്ല. എനിക്കിനി അധികം വേവണ്ട, അതുകൊണ്ട് ഞാൻ ഇനി അടച്ചിടുന്നില്ല. നിങ്ങളുടേത് വേവാനുണ്ട്, വെള്ളമില്ല എങ്കിൽ ലേശം കൂടെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് അടച്ചിട്ട് തന്നെ വേവിക്കണം. വെന്തെങ്കിൽ മാത്രമേ, മുക്കാലിൽ കൂടുതൽ വെന്തെങ്കിൽ മാത്രമേ ഇങ്ങനെ തുറന്നിട്ട് വേവിക്കാവൂ. ഇതിപ്പോ വെള്ളം ഫുൾ വറ്റി നന്നായിട്ട് വെന്തു. കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടോ അങ്ങനെ ഉണ്ടെന്ന്. കായെന്ന് പറയുന്നത് നമുക്ക് അല്പം വെള്ളമയം പോലെ തോന്നുന്നെങ്കിലും തണുക്കുമ്പോൾ അത് നന്നായിട്ടങ്ങ് ഉറയ്ക്കും. അങ്ങനത്തെ ഒരു തോരനായത്. ഇനി നമുക്ക് കടുക് താളിക്കണം. അപ്പൊ കടുക് താളിക്കാൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം, ഒരു നാടൻ ടേസ്റ്റ് കിട്ടുമേ. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഞാൻ ഇതിലിട്ടിരിക്കുന്നത് പച്ചരിയാണ്, ഒരു ടേബിൾ സ്പൂൺ കാണും. ഇത് ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കമന്റ് ഇട്ട് എനിക്കൊന്ന് പറയണം. സാധാരണ പപ്പായ കറി, പപ്പായ തോരൻ, ഇതിനൊക്കെ ഇത് ഇങ്ങനെ ചെയ്യാറുണ്ട്. പച്ചരി അല്ലെങ്കിൽ ബസ്മതി അരി യൂസ് ചെയ്യാം. മറ്റേ കട്ടിയുള്ള അരി അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല. ചെയ്യുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടണം, അതെനിക്ക് ഒരു ഉപകാരമായിരിക്കും. അരി നന്നായി പൊട്ടിയ ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ കൊച്ചുള്ളി തന്നെയാണ് എടുത്തേക്കുന്നത്. കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്. അപ്പൊ ഈ അരി ഇടുന്നത് താല്പര്യമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തോണേ. അതല്ല, നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. അരി ഇട്ട് അത് നന്നായിട്ട് പൊട്ടി മലര് പോലെ ആവണേ. പച്ചരി ഞാൻ കഴുകി അതിന്റെ വെള്ളം മൊത്തം വാന്ന് ഉണങ്ങിയതാണേ. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് വഴണ്ടു. ഞാൻ ഇനി ചെയ്യുന്നത് അത് താളിച്ച് അതിലേക്ക് ഒഴിക്കുമല്ല, ഇതിലേക്ക് ഇട്ട് ഇളക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നൊരു ആ വേവ് അനുസരിച്ച് അത് ഓഫ് ചെയ്യാവൂ. ഒത്തിരി അങ്ങ് വെന്ത് പോയാല് ഇങ്ങനെ ഇട്ട് നമ്മൾ ഇളക്കുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പൊ ആ വേവ് അനുസരിച്ച് ആദ്യം നമ്മൾ വേവിച്ചെടുക്കാവൂ. ഇതിപ്പോ നോക്കിക്കേ, ഒട്ടും കുഴഞ്ഞിട്ടില്ല, കണ്ടോ കിടക്കുന്നേ. എന്താ ഒരു മണമെന്നറിയാമോ, വെളിച്ചെണ്ണയുടെയും കൊച്ചുള്ളിയുടെയും പിന്നെ വറ്റൽമുളകും അരി എല്ലാം കൂടെ ആയപ്പോ നല്ലൊരു മണമാണ്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ അരി ഇടുന്നത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ചെയ്യാവേ. കാരണം ചിലർക്കത് ഇഷ്ടപ്പെടാം, ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ നിങ്ങൾ വെറുതെ കൂട്ടാൻ വെച്ചിട്ടത് വേസ്റ്റ് ആക്കി കളയല്ലേ. അപ്പൊ ഇത്രയും മതി, നമ്മുടെ തോരൻ റെഡിയായി. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.